Hi guys, welcome back to my channel. So as you guys read by the title, ഞാൻ ഐഫോൺ 14 Pro വാങ്ങാൻ പോവാണ്. എൻ്റെ അടുത്തുള്ളത് ഇപ്പോൾ ഐഫോൺ 13 ആണ്. ഈ ഒരു ഫോൺ തന്നെയാണ് ഞാൻ എൻ്റെ റീൽ എടുക്കാനും വ്ളോഗ് എടുക്കാനും എല്ലാത്തിനും യൂസ് ചെയ്യാറുള്ളത്. സോ ഒരു അപ്ഡേഷന് വേണ്ടിയിട്ട് ഞാൻ 14 Pro എടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഐഫോൺ 13 വാങ്ങിയിട്ട് കുറച്ച് കാലം തന്നെ ആയിട്ടുള്ളൂ. പക്ഷേ ഇതിൽ ഫോട്ടോ എടുക്കുമ്പോൾ എനിക്ക് അത്രക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരാറില്ല. ബിക്കോസ് 13 ആയതുകൊണ്ട് ഇതിൽ 2x ഒന്നും വരില്ല പോർട്രേറ്റിൽ. സോ അതുകൊണ്ടാണ് ഞാൻ 40 Pro എടുക്കാൻ തീരുമാനിച്ചത്. ആൻഡ് ഐ എം ആക്ച്വലി സോ എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി. ഫസ്റ്റ് ഓഫ് ഓൾ ഓഫ് കോഴ്സ് ന്യൂ ഫോൺ എടുക്കാൻ പോവാണ്. ആൻഡ് സെക്കൻഡ്ലി എൻ്റെ സേവിങ്സ് വെച്ചിട്ടാണ് ഞാൻ ഈ ഫോൺ എടുക്കാൻ പോകുന്നത്. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് ഐ എം സോ ഹാപ്പി. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. ഫോണിനെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ ഞാൻ 14 Pro ഗോൾഡൻ കളറിലാണ് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഐ ആക്ച്വലി വാണ്ടഡ് ഇറ്റ് ഇൻ വൈറ്റ് കളർ, ബട്ട് അവിടെ അടുത്തത് ഉണ്ടായിരുന്നില്ല. സോ ഗോൾഡൻ കളറിൽ എടുക്കാമെന്ന് വിചാരിച്ചു. സോ യാ, ഐ എം സോ എക്സൈറ്റഡ്. സോ ലെറ്റ്സ് ഗോ ടു ദ ഷോപ്പ് ടു പർച്ചേസ് 14 Pro. ഹായ് ഗായ്സ്. സോ ഫോൺ വാങ്ങിയതിന് ശേഷം കുറച്ച് ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യണത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഈ ഫോണിന് വേണ്ടിയിട്ടൊരു ഫോൺ കവർ വാങ്ങിയിരുന്നു. സോ അത് എത്തിയിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഷോപ്പിൽ നിന്ന് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ ഓൺലി ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് കുറച്ചൊരു ബോറിംഗ് ആയിട്ട് തോന്നി. സോ ഞാനൊരു സ്റ്റിക്കർ കൊണ്ട് കുറച്ച് DIY ചെയ്തുകൊണ്ട് അതായിരുന്നു കുറച്ച് സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഒരു ഫോൺ കവർ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ്. എനിക്ക് പിങ്കിനോട് കുറച്ച് ഡേയ്സ് ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതിന് പറ്റിയിട്ടുള്ള ഒരു ഫോൺ കവർ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഈ ഫോൺ കവർ കുറേ പിൻട്രസ്റ്റിൽ കാണാറുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ആമസോണിലൊക്കെ ഇത് കിട്ടുമെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഞാൻ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് കണ്ടിട്ടുള്ളത്. കണ്ടപ്പോൾ തന്നെ ഞാൻ അപ്പം പോയി ഓർഡർ ചെയ്തു. സോ അപ്പൊ നമ്മൾ ഇന്ന് വാട്സ്ആപ്പ് ഫോണാണ് കാണിച്ചു തരാൻ പോണത്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിരുന്നു, ഞാൻ വാട്സ്ആപ്പ് ഫോൺ ചെയ്യാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൽ ആഡ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിനുള്ള കുറച്ച് ക്വസ്റ്റ്യനും പിന്നെ വാട്സ്ആപ്പ് ഫോൺ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കുറേ യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. അതിനുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോണത്. Okay, so let's start our video. എൻ്റെ ലോക്ക് സ്ക്രീനിൽ ഞാൻ കൂടുതലായിട്ടും എൻ്റെ ഫോട്ടോസ് തന്നെയാണ് ആഡ് ചെയ്യാറുള്ളത്. സോ ഈ ഒരു ഫോട്ടോ ഞാൻ റീസെൻ്റ് ആയിട്ട് എൻ്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഇപ്പോൾ ലോക്ക് സ്ക്രീനിൽ ഇട്ടിട്ടുള്ളത്. ഞാൻ വാട്സപ്പിൽ ലാസ്റ്റ് ആയിട്ട് ആദ്യം ടെക്സ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഒരു കൊളാബറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ട് മെസ്സേജ് അയച്ചതാണ്. ലാസ്റ്റ് കോൾ ചെയ്തത് എൻ്റെ ഉമ്മാനെയാണ്. ഞാൻ കോൾ ചെയ്തതല്ല, ഇമ്മയാണ് എന്നോട് കോൾ ചെയ്തിട്ടുള്ളത്. ഇമ്മ തറപ്പിക്ക് പോയപ്പം ഉമ്മനെ അവിടെ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചതാണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഇമോജിയാണ് അതും. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഞാൻ കേട്ടിട്ടുള്ള സോങ് എന്ന് വെച്ചാൽ അരിയാന ഗ്രാൻഡന്റെ വി ക്യാൻ ബി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ സോങ്. ലാസ്റ്റ് ആയിട്ട് ഞാൻ എടുത്ത ഫോട്ടോ എന്ന് പറയുന്നത് താത്താന്റെ കുട്ടീന്റെ ഫോട്ടോ ആണ്. ലാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ആപ്പ് ഇൻസ്റ്റഗ്രാം. എൻ്റെ ഫോണിലുള്ള ഫോട്ടോസ് ടോട്ടലായിട്ട് 837. ഫോണിലുള്ള ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആപ്പ് എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാം ആൻഡ് യൂട്യൂബ്.
സോ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഐ ഹോപ്പ് യു ലൈക്ഡ് ഇറ്റ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോ ആൻഡ് സീ യു മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.